ഇനി മുതല് രാജു കല്യാണരാമനല്ല, പൃഥ്വിരാജാണ്. പൃഥ്വിരാജ്. ഓ, ഋതിക മാഡത്തിന് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. എന്ത് വിളിച്ചാലും കേട്ടല്ലേ പറ്റൂ. മാഡം എന്നെ എന്ത് വിളിച്ചാലും സന്തോഷത്തോടെ കേൾക്കും. പിന്നെ കല്യാണ പരിപാടി നിർത്തിയിട്ടില്ല. മാഡത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു അടുത്ത സുഹൃത്തിന്റെ കല്യാണം വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ പിറകെ. അപ്പോ ഇങ്ങനെ മറ്റുള്ളവരുടെ കല്യാണം നടത്തി സുഖിച്ച് ജീവിച്ചാ മതിയോ? സ്വന്തം കല്യാണം അതിനെക്കുറിച്ചൊന്നും ആലോചനയില്ലേ? ഓ, എന്റെ കല്യാണം അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല മാഡം. ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞേ കല്യാണത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുള്ളൂ. എന്ത് കാര്യമായാലും അത് നടക്കേണ്ട സമയത്ത് നടക്കണം മോനെ പൃഥ്വിരാജെ. എന്റെ കാര്യത്തിലും മാത്രമല്ല, മാഡത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാ പറയാനുള്ളത്. ഓ, ഗോൾ ഗോൾ. ഇതാണ് രാജുവിന്റെ മിടുക്ക്. ഇത് തന്നെയാ അച്ഛനും ഞാനും ഒക്കെ നിന്നെ വല്ലാതങ്ങ് ഇഷ്ടപ്പെടുന്നത്. ഓ, താങ്ക് യു മാഡം. ഓക്കെ രാജു, ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ് മാഡം. പകല മുഴുവൻ രാജു അവിടെയുണ്ട്. എല്ലാ കാര്യത്തിനും രാജു രാജു രാജു. എന്നിട്ടും വീട്ടിൽ വന്ന വെറുതെ വിടൂ. അന്നേരം ഫോൺ കോള്. ഇവളെന്തിനാ ഏത് നേരം രാജുവിനെ എങ്ങനെ വിളിക്കുന്നേ? ഈ അമ്മയ്ക്ക് തുടങ്ങി. രാജുവിനെ എത്ര കണ്ടിട്ടും എത്ര നേരം സംസാരിച്ചിട്ടും മതിയാവുന്നില്ല. അതെന്താ? മണ്ടി പെണ്ണെ, നിനക്ക് അവനോട് പ്രണയമാണടി. പ്രണയിക്കുന്നവൻ എപ്പോഴും മതിവരാത്ത മധുരമാണ്, പൂവൊഴിയാത്ത വസന്തമാണ്. അവനെ കണ്ടാലും കേട്ടാലും മടുക്കില്ല, മതിവരില്ല. അതെ, പ്രണയമാണ്. അതിന് ഇത്ര സുഖമുണ്ടെന്ന് ഇപ്പോഴാ അറിയുന്നു. ഇനി അത് മനസ്സിൽ വെച്ചൂടാ. രാജുവിനോട് പറയണം. രാജുവിനെ എനിക്ക് വേണം, എനിക്ക് മാത്രമായിട്ട് വേണം. എന്തിനാ രാവിലെ തന്നെ കാണണമെന്ന് മാഡം പറഞ്ഞത്? അതും ഇവിടെ വരാൻ പറഞ്ഞത് എന്തിനായിരിക്കും? മാഡം, എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? എന്തിനാണെന്ന് നിനക്കറിയില്ലേ രാജു? ചിലപ്പോ അറിയുന്നുണ്ടാവും, പക്ഷെ നീ ഇത് പുറത്ത് കാണിക്കാത്തതല്ലേ. ഇന്ന് നിന്റെ മനസ്സിലുള്ള എന്നോടുള്ള ഇഷ്ടം നിന്നെ കൊണ്ട് പറയിച്ച് നിന്നെ എന്റെ മനസ്സിലേക്ക് എന്നേക്കുമായി പ്രതിഷ്ഠിക്കാനാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. മാഡം, മാഡം, മാഡം എന്തീ ആലോചിക്കുന്നത്? ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് രാജു, പക്ഷേ ഇപ്പൊ ആലോചിച്ചത് അത് നിന്നെക്കുറിച്ചാ രാജു. എന്നെ കുറിച്ചോ? അതെ, എനിക്കിപ്പോ ആലോചിക്കാൻ നിന്നെക്കുറിച്ച് മാത്രമേ കഴിയുന്നുള്ളൂ. മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. അത് ഊണിലും ഉറക്കത്തിലും നടപ്പിലും ഇരിപ്പിലും എല്ലാം അങ്ങനെ തന്നെയാ. എന്താ മാഡം പറഞ്ഞു വരുന്നത്? രാജു,
നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്, അതെനിക്കറിയാം. എന്നാലും ഞാൻ തന്നെ പറയാം. അഴകിയ രാവണൻ എന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, വെറുത്ത് വെറുത്ത് വെറുത്ത്. ആ വെറുപ്പിനൊടുവിൽ കുട്ടിശങ്കറിനെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്. അതുപോലെ ഞാനും രാജുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്റെ മനസ്സിലെ പ്രണയം ഇനിയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചിലപ്പോ രാജുവിനെ നഷ്ടാവും. എനിക്ക് അതൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഇനി എന്നും രാജു എന്റെ കൂടെ ഉണ്ടാവണം, എന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം. ഇത് എന്റെ മനസ്സാ രാജു. I love you, രാജു. മാഡം, ഞാൻ മാഡത്തിന്റെ അച്ഛന്റെ ആണ്. അതായത് വെറും ഒരു ജോലിക്കാരൻ. മാഡത്തിന്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മാഡത്തിന്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വളരുന്നു ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മാഡത്തോട് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇടപെടില്ലായിരുന്നു. ഇങ്ങനെ ചിന്ത വന്നപ്പോ തന്നെ അറ്റ്ലീസ്റ്റ് മാഡം നമ്മുടെ രണ്ടുപേരുടെ സ്റ്റാറ്റസ് നോക്കണമായിരുന്നു. മാഡം മന്ത്രിയുടെ മകളാ. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ PA. രാജു രാജു ഈ പറഞ്ഞതൊക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കാഴ്ചകളാ. എനിക്ക് എന്റെ ജീവിതത്തിലെ ശരിയും തെറ്റും മാത്രം തിരിച്ചറിയാൻ പ്രാപ്തിയുണ്ട്. രാജുവിനറിയാമോ, രാജു എന്റെ കൂടെ ഉള്ളതിൽ എനിക്ക് കിട്ടുന്ന സന്തോഷം എത്രയാണെന്ന്, എനിക്ക് കിട്ടുന്ന ധൈര്യം എത്രയാണെന്ന്, എനിക്ക് കിട്ടുന്ന ബലം എത്രയാണെന്ന്. ഇതൊക്കെ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? രാജുവിന്റെ ഔട്ട്ലുക്കിനെ അല്ല ഞാൻ പ്രണയിക്കുന്നത്, രാജുവിന്റെ നല്ല മനസ്സിനെയാണ്. രാജുവിനെക്കാളും എന്നോട് സ്നേഹമുള്ള ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി കാണാൻ കഴിയുമെന്നും തോന്നുന്നില്ല. മാഡം, എനിക്ക് മാഡത്തിനോട് സ്നേഹമുണ്ട്. അത് ഒരു നല്ല സുഹൃത്തിനോട് എന്നുള്ള രീതിയിലെ സ്നേഹ, വർമ്മ സാറിന്റെ മകളാണെന്നുള്ള ആരാധനയോടുള്ള സ്നേഹ. ആ സ്നേഹത്തെ മാഡം പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. മാഡം ഇപ്പൊ എടുത്ത ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് മാഡത്തിന് പിന്നീട് തോന്നും. അതുകൊണ്ട് ആ തെറ്റ് നമുക്ക് ഇവിടെ വെച്ച് തിരുത്താം. രാജു, തിരുത്താൻ വേണ്ടി ഇത് ഒരിക്കലും തെറ്റല്ല. എന്റെ പ്രണയത്തെ ഈ പ്രായത്തിൽ തോന്നിയ അഫെക്ഷനായി കാണുകയും വേണ്ട. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അത് മാറില്ല, മരണം വരെ. മാഡം, മാഡം, ഈ വർമ്മ സാർ ഇതൊക്കെ അറിഞ്ഞ എന്താ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാജു, അച്ഛന് ഏറ്റവും ഇഷ്ടം രാജുവിനെയാ. അച്ഛനറിഞ്ഞ അച്ഛന് ഒരുപാട് സന്തോഷവും. എനിക്കറിയേണ്ടത് നിന്റെ മറുപടിയാ. എന്നെ ഇഷ്ടമല്ലേ രാജുവിന്? ചെറുപ്പം മുതലേ എനിക്ക് ആരുടെയും സ്നേഹം കിട്ടിയിട്ടില്ല.
ഇപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളിന്റെ സ്നേഹവും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനിനി ജീവിച്ചിരിക്കില്ല. അയ്യോ മാഡം, അങ്ങനൊന്നും പറയരുത്. എന്റെ സ്നേഹത്തിന് വേണ്ടി മാഡം മരിക്കുന്നു പറയാനുള്ള വിലയൊന്നും എന്റെ ജീവിതത്തിനില്ല. ഉണ്ട് രാജു. രാജുവിന്റെ മനസ്സും അതിലെ സ്നേഹവും നന്മയും ഒക്കെ എത്രയോ ഉയരത്തിലാണ്. രാജു, എന്റെ കണ്ണിൽ നോക്ക്. എന്റെ കണ്ണിലെ പ്രണയം നിനക്ക് കാണാൻ കഴിയുന്നില്ല രാജു. I love you, Raju. Please. I love you. I love you too. Raju. ശ്ശേ, അങ്ങനെയൊക്കെ സംഭവിക്കോ? ഏയ് ഇല്ല. രാജുവിന് അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല. പക്ഷേ ഋതിക അവക്ക് രാജുവിനോട് എന്തൊക്കെയോ ഉണ്ട്. അവള് ചാവാൻ പറഞ്ഞാൽ പോലും രാജു ചാവും. അപ്പോ പ്രണയിക്കാൻ പറഞ്ഞാലോ? ഹലോ, ആരാ? ഇത് ഗീതു അല്ലേ? അതെ, ഗീതുവാ. ഇതാരാ? എടി രമ്യ. എന്താടി വെളുപ്പം കാലത്തെ? നിന്റെ ആരെങ്കിലും ചത്തോ? ഇക്കണക്കിനാണെങ്കി എനിക്ക് ചിലപ്പോ ചാവേണ്ടി വരും. സസ്പെൻസ് ഇട്ടലക്കാതെ കാര്യം എന്താന്ന് പറയണേ. ഡേ, ഞാനേ ഒരു സ്വപ്നം കണ്ടു. എപ്പോ? ഇപ്പോ ഈ വെളുപ്പാങ്കാലത്ത്. എന്നാലത് പ്രശ്നമാടി. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുന്ന അമ്മ പറയാറ്. ദുഷ്ടേ, ചങ്കി തെറിക്കുന്ന വർത്താനം പറയാതെ. പ്രശ്ന എന്താടി നീ കണ്ടേ? കണ്ടത് രാജു ഋതികയും കൂടി. ഋതികയും കൂടി? രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കുന്നത്. അത്രേ കണ്ടുള്ളൂ? വെച്ചിട്ട് പോവണ്ണേ. ഏതു നേരം ഇത് തന്നെ വിചാരിച്ചോണ്ട് നടന്നാലേ ഇതേ കാണും. എടി, അവളെ ഒതുക്കി അവനെ എങ്ങനെ കൈക്കലാക്കാന്ന് ചിന്തിക്കാൻ നോക്ക് നീ. ഞാനേ പിന്നെ വിളിക്കാം. അയ്യോ ദൈവമേ, നീ തന്നെ കാക്കണേ. രാജുവിനെ എനിക്ക് തന്നെ കിട്ടണേ. അതിനി എന്ത് നേർച്ച വേണേലും നടത്താം. I love you, da. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम. ഗുഡ് മോർണിംഗ് മാഡം.
മാഡം ഹാപ്പി മൂഡിലാണല്ലോ. അൺഹാപ്പി ആണെന്ന് പറയാൻ പറ്റില്ല. ആ, ഒരു പകുതിയിൽ ഞാനിപ്പോ ഹാപ്പിയാ, ആ, മറുപകുതിയിൽ അൺഹാപ്പിയുമാണ്. ഓക്കെ. ഒരു പകുതിയിലെ ഹാപ്പി അങ്ങനെ തന്നെ നിൽക്കട്ടെ. പറ, എന്താണ് അൺഹാപ്പി? ആ പകുതി കൂടി നമുക്ക് ഹാപ്പി മൂഡിലേക്ക് മാറ്റാം. പറ. രാജുവിന് അറിയില്ലേ, അച്ഛൻ വീണ്ടും വിവാഹാലോചന തുടങ്ങിയിരിക്കുന്നു. മുൻപത്തെക്കാൾ ഇപ്പൊ വിവാഹാലോചന എന്നെ ഭയപ്പെടുത്തുന്നു. അത് നാട്ടു നടപ്പല്ലേ മാഡം. പെൺമക്കൾക്ക് വിവാഹപ്രായമാകുമ്പോ അച്ഛനും മറ്റു ബന്ധുക്കളും ഒക്കെ വിവാഹം ആലോചിക്കും. അത് ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ. പെട്ടെന്ന് ചിന്തിക്കുമ്പോ അതിനെക്കുറിച്ച് ഭയമൊക്കെ തോന്നും. സത്യത്തില് അതൊരു ആനന്ദമാണ്. അത് അനുഭവിച്ചു കഴിയുമ്പോ മാഡത്തിനും അത് മനസ്സിലാവും. അതുകൊണ്ട് വിവാഹം നടക്കട്ടെ മാഡം. ഹോ, വലിയൊരു ഉപദേശി. വിവാഹത്തിന്റെ ആനന്ദമൊക്കെ അനുഭവിച്ചിട്ടാണോ ഇയാളിത് പറയുന്നത്? നമ്മളായിട്ട് അനുഭവിക്കണമെന്നില്ല മാഡം. അനുഭവിക്കുന്നവരുടെ ആനന്ദം കണ്ടാ മതി. പോവാൻ വരട്ടെ. മറ്റുള്ളവർക്ക് വിവാഹമംഗളം ആശംസിക്കുന്ന രാജുവിന് ആ അനുഭവം സ്വന്തമായിട്ട് ലഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചൂടെ? ചിന്തിക്കാം, സമയമുണ്ടല്ലോ. ആദ്യം മാഡത്തിന്റെ വിവാഹം കഴിയട്ടെ. അപ്പോ ഞാൻ കുറെ കൂടി ഫ്രീ ആവും. അതിനുശേഷം ചിന്തിച്ചോളാം. രാജു, ഇക്കാര്യം നമ്മളെന്തിനാ രണ്ടായിട്ട് ചിന്തിക്കുന്ന? നമുക്ക് ഒന്നായിട്ട് ചിന്തിച്ചൂടെ? മനസ്സിലായില്ല മാഡം. രാജു, കുറച്ചു ദിവസമായിട്ട് ഞാനിത് പറയാൻ ശ്രമിക്കുക. ബോധപൂർവം രാജു അതിൽ നിന്നും ഒളിച്ചോടുന്നു. ഇപ്പോ ഞാനത് തുറന്നു പറയാ. എനിക്ക് രാജുവിനെ ഇഷ്ടമാണ്. രാജുവിനോട് പ്രണയമാണ്. മാഡം, രാജുവിനല്ലാതെ മറ്റൊരാളെ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനാവാത്ത മാനസിക അവസ്ഥയില്ല ഞാൻ. മാഡം അങ്ങനെ പറയരുത്. മാഡം അങ്ങനെ ചിന്തിക്ക പോലും അരുത്. മാഡത്തെ ഒരിക്കലും എനിക്ക് അങ്ങനെ കാണാനാവില്ല മാഡം. എന്റെ മനസ്സിൽ ഏതോ ഒരു ഉയർന്ന സിംഹാസനത്തിലാ മാഡത്തിന്റെ സ്ഥാനം. ആ സിംഹാസനത്തിന്റെ കാൽച്ചോട്ടിൽ നിൽക്കാനേ എനിക്ക് ആഗ്രഹമുള്ളൂ. മാഡത്തിന്റെ മനസ്സിൽ ഇങ്ങനൊരു വിചാരം ഉണ്ടാവുന്നതിന് എന്റെ ഏതെങ്കിലും വാക്കോ പ്രവൃത്തിയോ കാരണമായിട്ടുണ്ടെങ്കിൽ മാഡം എന്നോട് അതിന് ക്ഷമിക്കണം. സ്വപ്നത്തിൽ പോലും അത് ഞാൻ ചിന്തിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ഇല്ല. ഇത്തരം ചിന്തകൾ മാഡം ഉപേക്ഷിക്കണം. എന്നിട്ട് വർമ്മ സാർ തീരുമാനിക്കുന്ന വിവാഹത്തിനും സമ്മതിക്കണം. എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ പോട്ടെ മാഡം. എനിക്ക് ആശുപത്രിയിൽ ഐഷുവിനും ചില മരുന്നുകൾ വാങ്ങണം. അപ്പൊ ഓക്കെ മാഡം. ഇല്ല രാജു, നിന്റെ ഹൃദയത്തിന്റെ ഓരം ചേർന്നിരിക്കാന് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്. അതിനെന്നെ എന്നെ അനുവദിച്ച മാത്രം മതി.
ഗൈനക്കോളജിസ്റ്റിനെ കാണണം. ഫസ്റ്റ് ഫ്ലോർ റൂം നമ്പർ 103. ഡോക്ടർ സുമതി, ചെന്നോളൂ. അവിടുന്ന് ലെഫ്റ്റാ. വേറെ പേഷ്യന്റ് ഒന്നും ഇപ്പൊ ഇല്ല. ആ, വാ. ഇരിക്കൂ. എന്തു ചെയ്യുന്നു? ഞാൻ സ്റ്റേറ്റ്സിലായിരുന്നു. വന്നിട്ട് ഇവിടെ ചില ബിസിനസ്സുകളായിട്ട്. ഇടയ്ക്ക് ഛർദിച്ചു അല്ലേ? സാരമില്ല, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? ഡോക്ടർ, ഒന്നും മനസ്സിലാവുന്നില്ല. ഓ, ഒന്നുമില്ലെന്നേ. വൈഫ് ഗർഭിണിയാണ്, അത്രേ ഉള്ളൂ. ഡോക്ടർ, ഞാൻ ഇത്രയും വേഗം ഒരു കുഞ്ഞാകുമെന്ന് വിചാരിച്ചില്ല അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെ. സാരമില്ല, കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എല്ലാം ശരിയാവും.